ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു 90s കിഡ്സ് ടോയ്സ്. അപ്പോൾ ഇതെൻ്റെ വൈഫാണ്. ഇവിടെ വരുന്നില്ല, എന്ന് ഫ്രെയിമിൽ കയറി കൂടിയതാണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ആദ്യം എൻ്റെ വണ്ടിയുടെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം നോക്കട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് റേഡിയേറ്റർ നോക്കണം. റേഡിയേറ്ററിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്ന കാര്യം നോക്കണം. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെള്ളം ഇതിലുണ്ട്. ഇതിലപ്പുറം ഈ ഒരു റേഡിയേറ്ററിൽ എൻ്റെ കയ്യിൽ നിൽക്കാറില്ല, അതാണ് ഇതിൻ്റെ മാക്സിമം. അപ്പോൾ അത് ഓക്കെയാണ്. അതിനുശേഷം നമ്മളുടെ ഇവിടെ ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലിൻ്റെതാണ്. ഇതിലും കുഴപ്പമില്ലാത്ത രീതിയുണ്ട്. ഇത് മിക്കവാറും വണ്ടിക്കൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ എൻ്റെ ഇതിനൊരു ചെറിയൊരു ലീക്ക് കാര്യങ്ങൾ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കോയോ കിറ്റ് അത്ര വലിയ മെച്ചമുള്ളൊരു പവർ സ്റ്റിയറിംഗ് കിറ്റല്ല. പിന്നീട് ഇത് ഓയിൽ, എൻജിൻ ഓയിലിൻ്റെതാണ്. ഇത് ഞാൻ രാവിലെ എടുത്തപ്പോൾ ഒന്ന് നോക്കിയതാണ്, അത് ഓക്കെയാണ്. പിന്നെ ബ്രേക്ക്, ക്ലച്ച്, ഈ രണ്ടെണ്ണം ഒന്ന് വെരിഫൈ ചെയ്യാം. ക്ലച്ചിൻ്റെതുണ്ട്. ഇത് ബ്രേക്കിൻ്റെ പിന്നെ അവിടെ നിന്ന് നോക്കേണ്ട ആവശ്യം വരുന്നില്ല, ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ ബാക്കി ബേസ് വണ്ടി പെർഫെക്റ്റാണ്. നമുക്കിതിൻ്റെ ബോണറ്റ് അടയ്ക്കാം. അപ്പോൾ നമ്മളുടെ വണ്ടീൻ്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇതിൽ എൻ്റെ കയ്യിൽ ഷോർട്ടുള്ള രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡി ഹുക്കാണ്. അത് നമ്മളുടെ ടോറോപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഐറ്റമാണ് ഡി ഹുക്ക്. അതിന് പകരം ഞാനൊരു ബോൾട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണ്. പിന്നീട് ഒരു സാധനം ഷോർട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷവലാണ്. ഷവലെന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് മണ്ണ് നീക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഷവൽ നല്ല യൂസ്ഫുള്ളാണ്. അത് വണ്ടിയിൽ വെക്കുന്ന ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് അറിയില്ല, പക്ഷേ ഒരു ഓഫ് റോഡ് പോകുന്ന സമയത്ത് അത് ഭയങ്കര പർപ്പസുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും അത് കമ്മിങ് സൂൺ ഞാൻ വാങ്ങി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങളുടെ വാഹനം ഇപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഒരു ബിഗിനർക്കുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുക, നിങ്ങളുടെ വണ്ടിയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഓണേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടാവും. അത് ഒന്നെങ്കിൽ വണ്ടി വരുമ്പോൾ തന്നെ കിട്ടാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഡീലറുമായിട്ട് ബന്ധപ്പെട്ടാലോ നിങ്ങളുടെ വണ്ടിയുടെ ഓണേഴ്സ് മാനുവൽ കാര്യങ്ങൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടെങ്കിലും ബുക്കാണെന്ന് കരുതിയിട്ട് അതിൻ്റെ മൂലക്കിടുന്ന ഒഴിവാക്കിയിട്ട് ഒരു വട്ടെങ്കിലും അത് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഏതൊക്കെ ടെറൈനിലൂടെ കൊണ്ടുപോകാൻ പറ്റും ഒന്നത്. രണ്ടാമത്തത് അതിൻ്റെ 4 വീൽ ഇടുന്ന രീതി. അതായത് ചില വണ്ടി ഓടുന്ന സമയത്ത് 4Hലേക്കും Lലേക്കും ഒക്കെ ഇടാൻ പറ്റും, അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ ചില വാഹനങ്ങൾ നിർത്തിയിട്ടേ 4 വീലിൽ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ജിപ്സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സി ഓടുന്ന വഴിക്ക് 4 വീൽ ഇടാൻ പാടില്ല. ജിപ്സി നിർത്തിയതിന് ശേഷം മാത്രമേ 4 വീൽ എൻഗേജ് ആക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മളുടെ ഹബ്ബ്, ഫ്രീ വീൽ ഹബ്ബ്, അത് മാനുവലായിട്ടാണോ ഓട്ടോമാറ്റിക് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. പിന്നീട് ഈ ഒരു വാഹനത്തിന് എത്ര ഗ്രൗണ്ട് ക്ലിയറൻസിന് എത്ര ലെവൽ, വാട്ടർ ലെവൽ എത്ര വരെ കൊണ്ടുപോകാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം എത്ര കയറ്റം, അതായത് ഏത് ഡിഗ്രി രീതിക്കുള്ള കയറ്റം കയറാൻ പറ്റും, അതുപോലെ ഏതൊക്കെ സൈഡിൽ വണ്ടി അടി തട്ടുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മളുടെ ഈ ഒരു വണ്ടി നമ്മൾ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളുടെ വാഹനത്തിൻ്റെ ഹൗസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഏകദേശം ഈ സൈഡിലേക്കായിട്ടാണ്, അതായത് ഡ്രൈവർ സൈഡിലേക്കാണ്. ഫ്രണ്ടിലെ ഹൗസിങ്ങും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ആ ഹൗസിങ്ങിൻ്റെ ഭാഗം അതെപ്പോഴും ഒരു മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ വണ്ടി ഒരു കല്ലിൻ്റെ ഇടയിൽ കൂടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഹൗസിങ്ങിൻ്റെ ഈ ഒരു ഭാഗം ഇത് തട്ടാതെ രീതിക്ക് നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ തട്ടിയിട്ട് അവിടെ ഓയിൽ ലീക്ക് വരാനോ ഡാമേജ് വരാനോ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടെറൈനിൽ പോയി കുടുങ്ങിപ്പോവും. ഇപ്പോൾ ഈ ടെറൈനിൽ കുടുങ്ങുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം കിലോമീറ്റർ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരിക്ക് പെട്ടുപോകും. അപ്പോൾ ഈ ഒരു ഹൗസിങ്ങിൻ്റെ പൊസിഷൻ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ചിലത് ഇടത്തെ സൈഡിലാവും, ചിലത് വലത്തെ സൈഡിലാവും, ചിലത് നടുക്കാവും. അപ്പോൾ ഈ ഹൗസിങ്ങിൻ്റെ പൊസിഷൻ എന്തായാലും നിങ്ങൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ഈ വണ്ടി എത്രത്തോളം ഹൈറ്റിലാണ് എന്നുള്ളത്. അപ്പോൾ ഒരു 4 വീലർ ഡ്രൈവ് വണ്ടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വാഹനം ഏത് വഴി കൂടിയും കയറി പോകണമെന്നില്ല. കാരണം അതിൽ ഡിഫറൻഷ്യൽ ലോക്കർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ചിലപ്പോൾ കയറി കഴിഞ്ഞാൽ കുടുങ്ങും.
അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ട ഒരു കേസാണ് 4x4 വണ്ടി ആണെന്ന് കരുതിയിട്ട് ഏത് വഴി കൂടി കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ കുടുങ്ങിപ്പോവും. അത് കണ്ടറിഞ്ഞ് മാത്രമേ നമ്മൾ ഒരു ടെറൈനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അറിയാത്തൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടുത്തെ ഒരു ആൾ, ലോക്കലായിട്ടുള്ള ഒരാളെ നമ്മൾ വണ്ടിയിൽ കയറ്റാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പം കാൺവോയ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്യാങ് ആയിട്ട് ഒരു വണ്ടീനെയും കൂടി കൂട്ടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ പോലും നമുക്കത് എന്താ പറയുക റിക്കവർ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെയൊക്കെ രണ്ടാണ്, ഫ്രണ്ടത്തെ ആണെങ്കിലും ബാക്കത്തെ ആണെങ്കിലും ഹൗസിങ് നമ്മളുടെ ഡ്രൈവർ സൈഡിനോട് ചാരിയിട്ടാണ്, അതായത് വലത്ത് ഭാഗത്തോട് ചാരിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ പോയി പെട്ടുപോകും. പിന്നീട് ഈ ഒരു ഭാഗം ഇത് നമ്മളെ ഷാക്കിലിട്ട് പൊന്തിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു മണ്ണിലേക്ക് വണ്ടി ഇറക്കുകയാണ്, അല്ലെങ്കിൽ നല്ല കുത്തനുള്ള ഒരു സ്ലോപ്പിൽ വണ്ടി ഇറക്കുന്ന സമയത്ത് ഇത് പോയി ഇടിച്ച് നിൽക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് മാത്രമേ നിങ്ങളൊരു ടെറൈനെ അപ്രോച്ച് ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ ടയർ ഏതാണ്, ഹബ്ബ് ലോക്കിലാണോ, പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്ട്രെങ്ത്ത് എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ വാഹനത്തിൽ എത്ര ആൾക്കാർ കയറുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ജിപ്സീനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജിപ്സീൻ്റെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇതുവരെയാണ്. ഇതിലപ്പുറത്തേക്ക് ഇതിൻ്റെ വാഹനത്തിനെ വെള്ളത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ ഇതിന് ഒരു ബ്രീത്തർ പൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ ബ്രീത്തർ പൈപ്പ്. ഇവിടെ ഒരു കുഞ്ഞു മൊട്ടുവല കണ്ടോ, അതാണ് ഇതിൻ്റെ ബ്രീത്തർ പൈപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു ചെറിയൊരു മൊട്ടുപോലുള്ള ഒരു എന്താ പറയുക ലൂസ് അയക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ മുകളിലേക്ക് വെള്ളം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫ് റോഡിൽ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറക്കേണ്ട ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഇറക്കന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ വന്നു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഓയിൽ ചോർത്തിയതിന് ശേഷം പുതിയ ഓയിൽ നിറയ്ക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിലും ഈ സെയിം ബ്രീത്തർ പൈപ്പ് ഉണ്ട്. ഞാൻ ആ ഒരു ബ്രീത്തർ പൈപ്പ് കാണിച്ചു തന്നല്ലോ. ആ ബ്രീത്തർ പൈപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ഹൗസിങ്ങിലുണ്ട്, ബാക്കിലെ ഹൗസിങ്ങിലുണ്ട്, ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഉണ്ട്, മെയിൻ ഗിയർ ബോക്സ് ഉണ്ട്. നമ്മളുടെ ഒരു വാഹനം എയർ ഫിൽറ്റർ കൂടെ മാത്രമല്ല വെള്ളം കയറുന്നത്, ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ ഒക്കെ വെള്ളം കയറും. അപ്പോൾ ഓഫ് റോഡിങ്ങിന് ബിഗിനിങ് ആയിട്ടുള്ള ഒരാൾ ആദ്യം ഇത് നോക്കുക. നിങ്ങൾ നെറ്റിൽ കാണുന്നതോ വേറെയുള്ളവർ ചെയ്യുന്നതായിട്ട് അനുകരിക്കാതൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കും, ഉറപ്പാണ്. എയർ ഫിൽറ്ററോടെ മാത്രമല്ല നമുക്ക് അങ്ങനെയുള്ളത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഒരു സ്നോർക്കൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞോ എന്നുള്ള ഒരു ഇതുണ്ടാവും. അതും ഒരിക്കലും ശരിയല്ല, അതും തെറ്റാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. യൂട്യൂബിൽ കാര്യങ്ങളിലൊക്കെ കാണുന്ന ഓരോ വണ്ടികൾ പോകുന്നത് അതെന്ന് പറഞ്ഞാൽ അവരതിനനുസരിച്ച് ട്യൂൺ ചെയ്ത വണ്ടികളാണ്. നമ്മളുടെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടികൾ ഭൂരിഭാഗവും അങ്ങനെ ചെയ്യാതൊക്കെ ശ്രമിക്കാം. പിന്നെ ഈ ബ്രീത്തർ പൈപ്പിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക വാട്ടർ ലെവൽ നമുക്ക് ഈ ടയറിൻ്റെ ഹൈറ്റ് വരെയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ബ്രീത്തർ പൈപ്പിനെ ഒരു എക്സ്ട്രാ പൈപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി മുകളിലേക്ക് വയ്ക്കുക. ആ ചേസിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ ബോഡിയുടെ അവിടെ ആ ഒരു ലെവലിലേക്കോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വണ്ടീനെ വെള്ളത്തിൽ ഇറക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്രിക്കോഷൻ എടുക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഇറക്കുക. അപ്പോൾ നിങ്ങൾ ആ ഇറക്കി കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ അഥവാ ഇറക്കേണ്ടി വന്നു, ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചോദിച്ചാൽ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റുക, അതിൻ്റെ ഓയിൽ മൊത്തം ചോർത്തുക, എന്നിട്ട് ആ വെള്ളവും ഓയിലും മിക്സ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്പം തന്നെ മാറ്റാം. അധികം വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം തേയ്മാനം വരും. പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ വെക്കാം. അപ്പോൾ നമ്മളുടെ സപ്പോർട്ടിങ് വണ്ടിയാണ് ആ പിന്നിൽ വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ 4 പേരും അതിൽ 2 പേരുമാണ് ഉള്ളത്. ഞങ്ങൾ പോകുന്നത് കരുവാരകുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. കാളികാവ് കഴിഞ്ഞിട്ടുള്ളതാണ്, മലപ്പുറം ജില്ലയിലെ കാളികാവ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥലമാണ് കരുവാരകുണ്ട് എന്ന് പറയുന്നത്. അവിടേക്കാണ് പോകുന്നത്. അവിടെ നമ്മളെ ഫ്രണ്ടിന് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് സ്ഥലം. എന്തായാലും അവിടെ ചെന്നിട്ട് അറിയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. നമ്മളുടെ 2 വണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെത് ഡീസൽ ജിപ്സി 4 വീൽ ഡ്രൈവ്, പുറകെ കിടക്കുന്നത് പെട്രോൾ ജിപ്സി 4 വീൽ ഡ്രൈവ്. അത് കാർബേറ്ററാണ്. സാധിക്കേ എൻ്റെ വണ്ടി എത്രടാ മോഡൽ? എൻ്റെ വണ്ടി എത്ര മോഡൽ? ഇനി നമ്മൾ ഇപ്പോൾ ടാർട്ട് റോഡിലാണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് റോഡ് കയറും. അവിടെ നിന്ന് അങ്ങോട്ട് 4H 4L അതുപോലെ തന്നെ
ബാക്കി നമ്മൾ ആ ഒരു ടെറൈനിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ 4H 4L എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല. പക്ഷേ ഇന്ന് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കണ്ട്. അതുപോലെ അത് മാത്രം ഒരു എങ്ങനെയാണ് 4 വീൽ ഡ്രൈവ് ഗിയർ എൻഗേജ് ചെയ്യുക എന്നുള്ളത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ലെങ്തി വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് മാത്രം ഞാൻ ഒരു ചെറിയ വീഡിയോ ആക്കാം. പിന്നെ ഇന്ന് എങ്ങനെ പോകുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയില്ല. ക്ലൈമറ്റ് മാറി മാറി വരുന്നുണ്ട്. ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് മഴ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബിനുമാഷാണെന്ന് നമ്മളെ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ടെറൈൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റത്തെ നമ്മളെ 4H മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ടെറൈൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇപ്പോൾ 4 വീലിലേക്ക് എൻഗേജ് ആയിട്ടുണ്ട്. 4H ഇപ്പോൾ 4H നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ന്യൂട്രൻ്റെ പോലെ 4H ഇളക്കം. ഇങ്ങനെയാണ് 4H വരാം. ഇപ്പോൾ നമ്മളുടെ വണ്ടി 4 വീലിലേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം. വണ്ടി എത്തുള്ളൂ. ഓക്കെ, ഞങ്ങൾ കയറി വരാണ്. അല്ല, ഞാൻ ഓടിക്കണോ? ഓടിച്ചോ. നമ്മളുടെ ബിനുമാഷിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഇന്നറിയാം.
ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കയറ്റാം. ഇത് നമുക്ക് സ്പീഡല്ല ആവശ്യം, ഇവിടെ നിന്നിട്ട് നമുക്ക് വണ്ടിയുടെ ടോർക്കാണ് ആവശ്യം. അപ്പോൾ ടോർക്ക് കൂടുതലാകാൻ വേണ്ടിയിട്ട് നമ്മൾ 4H യൂസ് ചെയ്തിട്ടല്ല 4L വേണം. അപ്പോൾ ഞാൻ നമ്മളുടെ വലത്തേക്ക് ചാരി പിടിച്ചിട്ട് മുന്നോട്ട് മാക്സിമം മുന്നോട്ടാകുമ്പോൾ 4Lലേക്ക് വീഴും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാം. ഇനി നമ്മളെ നോർമൽ രീതിക്ക് തന്നെ വണ്ടി എടുക്കാം. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഒരു ഭാഗത്തിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് വണ്ടീൻ്റെ ഉള്ളിലിരുന്നാൽ ഏകദേശം കണക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എവിടെയാണ് വണ്ടി കുത്തി നിൽക്കുന്നതെന്നോ ഒരു കാര്യങ്ങളും അറിയില്ല. ആദ്യം ഫ്രണ്ട് ടയർ ഈ ഭാഗത്ത് കൂടെ കയറി ബാക്ക് ടയർ വന്നിട്ട് ഇവിടെ നിന്നു, ഇവിടെ സ്റ്റക്കായി, അതോടുകൂടി പിന്നെ വണ്ടി കയറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഓരോ ടെറൈനിൽ നമ്മൾ ആദ്യമേ കണ്ടറിഞ്ഞ് അപ്രോച്ച് ചെയ്യുന്ന രീതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒപ്പം വരുന്ന ആൾ, നമ്മളുടെ കൺവോയിൽ പോരുന്ന ആരാണോ അവരുടെ ഒരു സഹായം തേടാം. ഇപ്പോൾ നമ്മൾ ഈ കയറിയ സമയത്ത് ഈ കല്ലുകൾ കാര്യങ്ങളൊക്കെ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ 4 ലോ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മളെ കുറച്ചും കൂടി റഫായിട്ടുള്ള ടെറൈൻസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. 4L എന്ന് പറഞ്ഞാൽ അതിലേക്ക് സ്പീഡ് ഉണ്ടാവില്ല, പക്ഷേ വണ്ടിക്ക് പവർ നല്ല കൂടുതലായിരിക്കും. ഈ ഒരു സമയങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മളെ മട്ടറിൻ ടയർ, അതായത് MT ടയറുകൾ യൂസ് ആവുക. ഇത് AT ടയറാണ്. അപ്പോൾ ഇത് ഒരു പരിധി വരെ സ്കിഡാവുള്ളൂ. അതിനെ സംബന്ധിച്ച് അത് ഒരുപാട് സ്കിഡാവും. ഇപ്പോൾ ഞാൻ കയറി വന്നപ്പോഴേക്ക് ഷൂട്ട് ചെയ്യുന്നതായില്ല. എന്തായാലും ഇത് നോർമൽ നമ്മളെ റോഡ് യൂസ് ടയറാണ്. ഏകദേശം 70% റോഡ് യൂസും ബാക്കി 30% ഓഫ് റോഡ് യൂസും. അതേപോലെ ഇതെന്ന് പറഞ്ഞാൽ 60% റോഡ് യൂസും ബാക്കി 40% ഓഫ് റോഡ് യൂസും. MT ടയർ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായി 60% ഓഫ് റോഡ് യൂസും അതുപോലെ 40% എന്താ പറയുക റോഡ് യൂസും അങ്ങനെ വരുന്നത്.